പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറാണ്. ഇത് തീരെ ഓണാവില്ല, ബാക്കി ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാനിത് ഒഴിവാക്കി വെച്ചതാണ്. അന്നേരം ചെറിയൊരു ഐഡിയ തോന്നിയപ്പോൾ നമ്മളതൊന്ന് റീസ്റ്റോർ ചെയ്തിട്ട് ഒരു സെറ്റാക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ വീഡിയോയിലേക്ക് പോകാം. റിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രൂകളെല്ലാം ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഉള്ള ബോർഡ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, പിന്നെ ബാറ്ററി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം. നമുക്ക് ബാറ്ററിയൊക്കെ ഈ സെറ്റിൻ്റെ അകത്ത് നമ്മളൊരു USB-ൻ്റെ പാനൽ ഫിറ്റ് ചെയ്യാൻ പോവുക. ഇതിൻ്റെ കൂടുതൽ ആംപ്ലിഫയർ ഉള്ളതാണ്. നമ്മൾ എക്സ്ട്രാ ആംപ്ലിഫയറിൻ്റെ ബോർഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നേരെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് സ്റ്റീരിയോ ഔട്ടുള്ള ആംപ്ലിഫയർ ബോർഡാണ്. സാംകോൺ എന്ന് പറയുന്ന കമ്പനീൻ്റെ പുതിയതായിട്ട് ഇറക്കിയൊരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണിത്. ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ചാർജിങ്ങിന് ഉപയോഗിക്കും. 3 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് ചാർജ് ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഇത് പ്രവർത്തിക്കാനുള്ള 5 വോൾട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി പ്ലസ് മൈനസിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഔട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ USB-യിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത്. ഈ മൊഡ്യൂൾ ഓഫ് ആക്കാനും ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ ഓൺ ഓഫ് ബട്ടണും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിത് വയറിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സൗണ്ട് വെച്ച് ഞാൻ പാട്ട് വെച്ച് കേൾപ്പിക്കാത്തതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത് കേൾപ്പിക്കാത്തത്. എന്തായാലും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ലോണം സൗണ്ട് കൂട്ടാൻ പറ്റും, നല്ലോണം ക്ലാരിറ്റിയോടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FM ആണ്. FM-ന് യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ FM ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, ഓക്സിന് കണക്ട് ചെയ്യാം, റിമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്പീക്കർ കണക്ട് ചെയ്യാനും പറ്റും. ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ ഔട്ട്പുട്ട് നമുക്ക് 2 സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യാം. നമ്മൾ വേറെ ആംപ്ലിഫയറിൻ്റെ ആവശ്യമൊന്നുമില്ല, പെൻഡ്രൈവ് കുത്തി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്താൽ മാത്രം മതി, ഇത് വർക്ക് ചെയ്തോളൂ. ഏകദേശം ഒരു ബാറ്ററി നല്ല ഫുൾ ചാർജാണ്. ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് ചാർജ് കിട്ടുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഐഡിയയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.